ശിവം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ശുഭം, മംഗളം, സന്തോഷം എന്നിങ്ങനെയാണ്. പ്രാചീന കാലത്ത് പ്രകൃതിയുടെ ഭയങ്കരവും നാശകാരിയുമായ ദൃശ്യങ്ങൾ കണ്ട മനുഷ്യൻ ഒരു രൗദ്രശക്തിയിൽ വിശ്വസിക്കുവാൻ നിർബന്ധിതനായി. ഈ ശക്തി വിശ്വവ്യാപിയാണെന്നും സങ്കല്പമുണ്ടായി. എന്നാൽ കാലക്രമേണ വിശ്വവ്യാപിയായ പ്രസ്തുത ശക്തി രൗദ്രരൂപത്തെ മാത്രം പ്രതിനിധീകരിക്കുന്നതല്ലെന്നും രൗദ്രരൂപം അഥവാ പ്രകൃതിയിലെ ഭയങ്കര ദൃശ്യങ്ങൾ ആ ശക്തിയുടെ കോപം മാത്രമാണെന്നും മനുഷ്യൻ സങ്കല്പിക്കുവാൻ തുടങ്ങി. ഇങ്ങനെയാണ് ശിവൻ അഥവാ മംഗളകാരിയായ ശക്തി ഭാവനയിൽ ഉടലെടുത്തത്. ഇതോടെ ശിവനെ ഈശ്വരനായി കരുതുവാനും തുടങ്ങി. ആധുനിക ജീവിതത്തിൻ്റെ ഉൽപ്പന്നങ്ങളായ ഭയം, വിഭ്രാന്തി തുടങ്ങിയവയാൽ ഉഴറിയിരുന്ന മനുഷ്യർ ചിലപ്പോഴെങ്കിലും പൗരാണികതയിലേക്ക് ഒരു തിരിച്ചുനോക്ക് ആഗ്രഹിക്കുന്നു. ഇതിനൊരു പരിഹാരമാണ് ശിവപുരാണം. ഈ മഹാഗ്രന്ഥം കേൾക്കുന്നവർക്കും പാരായണം ചെയ്യുന്നവർക്കും ദുഃഖ ദുരിതങ്ങൾ ഒഴിഞ്ഞ് കൈവല്യ പ്രാപ്തി കൈവരും. ഈ ഗ്രന്ഥത്തിൽ ശിവപുരാണ കഥകൾ നമ്മൾ പറയുന്നു. ശിവക്ഷേത്രങ്ങളും അവയുടെ ഐതിഹ്യങ്ങളും ശിവസ്തോത്രങ്ങളും സ്തുതികൾ എന്നിവയും കൂടാതെ ശിവപുരാണം ശ്ലോകങ്ങൾ 12 ഭാഗങ്ങളിലായി അതും ഈ ഗ്രന്ഥത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടോക്സൻസ് നിങ്ങൾക്കായി ശിവപുരാണം സമർപ്പിക്കുന്നു. ആദ്യമായി ഭാഗം 1, ശിവപുരാണം, പ്രപഞ്ചോൽപത്തി. ആദ്യകാലത്ത് പ്രപഞ്ചത്തിൽ ഇരുളോ വെളിച്ചമോ രാത്രിയോ പകലോ ഉണ്ടായിരുന്നില്ല. സൂര്യചന്ദ്രന്മാർ, നക്ഷത്രങ്ങൾ, വായു, ജലം, അഗ്നി ഇവയൊന്നും അന്നില്ലായിരുന്നു. എവിടെയും ശൂന്യത മാത്രം. എന്നാൽ ഇന്ദ്രിയങ്ങൾ കൊണ്ട് തൊട്ടറിയുവാനോ ബുദ്ധിയാൽ ഗ്രഹിക്കുവാനോ സാധ്യമല്ലാത്തതോ പ്രകൃതി പുരുഷന്മാർ അടങ്ങിയതുമായ ബ്രഹ്മം മാത്രം അന്നുണ്ടായിരുന്നു. ആകാരവും രൂപവുമില്ലാത്ത ബ്രഹ്മം പരംപുരുഷന്റെ ശക്തിയാൽ സാകാരമായി പരിണമിച്ചു. ബ്രഹ്മം ജ്യോതിർലിംഗമായി തീരുകയും ബ്രഹ്മാണ്ഡം എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. അനാദികാലത്ത് ഈ സ്വരാംശമായ ഈ അണ്ഡം രണ്ടായി പിളർന്നു. അതിൽ നിന്നും സഹസ്ര സൂര്യ തേജസ്സോടുകൂടിയ ഒരു ബാലൻ പ്രത്യക്ഷനായി. ദിക്കുകളിലെങ്ങും പ്രകാശം വിതറിയ ആ ബാലൻ ജന്മനാൽ തന്നെ പൈദാഹത്താൽ അസ്വസ്ഥനായി മാറി. കുറെ നേരം കരഞ്ഞ ശേഷം അവൻ മേൽപോട്ട് നോക്കി കിടപ്പായി. ഈശ്വരന്റെ ആദ്യ രൂപമായ ആ ബാലനെ പൗരാണികർ വിരാട് പുരുഷൻ എന്ന പേരിട്ട് വിളിച്ചു. സർവലോകങ്ങൾക്കും ആധാരണ ഹേതുവായ ഈ മഹാവിരാടന്റെ ഓരോ രോമകൂപങ്ങളിൽ നിന്നും ബ്രഹ്മാണ്ഡങ്ങളുണ്ടായി. ഓരോ ബ്രഹ്മാണ്ഡത്തിലും ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നീ മൂർത്തികളും ദേവകളും ദിക്പാലകരും സൂര്യചന്ദ്രന്മാരും വായുവും അഗ്നിയും ജലവും ഉണ്ടായിരുന്നു. ഓരോ ബ്രഹ്മാണ്ഡവും അതിൻ്റെ 10 ഇരട്ടിയിലുള്ള ജലത്തിനാലും അഗ്നിയാലും ചുറ്റപ്പെട്ടിരുന്നു. പ്രപഞ്ചത്തിലാകെ നിറഞ്ഞു നിന്ന നിരാകാരമായ പരബ്രഹ്മം കുറെ കാലം കഴിഞ്ഞപ്പോൾ സൃഷ്ടി നടത്തുവാൻ ആഗ്രഹിച്ചു. അതിൻ്റെ ഫലമായി അദ്ദേഹം സ്വന്തം ലീലയാൽ ഒരു രൂപത്തെ സൃഷ്ടിച്ചു. ആ മൂർത്തി സർവ്വ ഐശ്വര്യങ്ങളോട് കൂടിയതും സർവജ്ഞാനിയും എല്ലാവർക്കും ഒരു ആരാധനാപാത്രവുമായിരുന്നു. രൂപം കൈക്കൊണ്ടതും ബ്രഹ്മത്തെ ഉള്ളിൽ ആവാഹിച്ചതുമായ ആ മൂർത്തിയാണ് ഭഗവാൻ പരമശിവൻ. സൃഷ്ടി വേണമെന്നിച്ഛിക്കുന്ന വേളകളിൽ ആ മൂർത്തി പ്രകൃതിയും പുരുഷൻ എന്നിങ്ങനെ രണ്ടായി മാറുന്നു. അപ്പോൾ ആ മൂർത്തിയുടെ വലത്തെ പകുതി പുരുഷനായും ഇടത്തെ പകുതി പ്രകൃതിയായി പരിണമിക്കുന്നു. സകലത്തിനും മൂലമായ ഈശ്വര ശക്തിയായ പുരുഷനെ സൂക്ഷ്മ പ്രകൃതിയെന്ന് മാമുനികൾ വിളിച്ചു പോരുന്നു. പ്രകൃതിയിൽ നിന്നും ഉടലെടുത്ത കരിനീല വർണ്ണവും താമര ഇതളുപോലുള്ള കണ്ണുകളും കനക കിരീടവും ചൂടിയ രൂപം സാക്ഷാൽ ഭഗവാൻ വിഷ്ണുവിൻ്റേതായിരുന്നു. പ്രളയകാലത്ത് സത്വം, രജസ്, തമസ് എന്നിവയുടെ സാമ്യത്തിൽ പ്രകൃതിയും പുരുഷനും വെവ്വേറെ സ്ഥിതി ചെയ്യുകയും ഇവയെ രണ്ടിനെയും കൂട്ടിച്ചേർക്കുവാനായി കാലം വീണ്ടും പ്രവർത്തിക്കുകയും ചെയ്തു. സൃഷ്ടികാലത്ത് പ്രകൃതി പുരുഷനായ വിഷ്ണുവിൽ പ്രവേശിച്ചപ്പോൾ അഹങ്കാരം ഉൽപ്പന്നമായി. താമസഗുണമായ അഹങ്കാരം ആകാശത്തിനും അതിൽ നിന്ന് വായുവും, വായുവിൽ നിന്ന് അഗ്നിയും അഗ്നിയിൽ നിന്ന് ജലവും ഉണ്ടാക്കുവാൻ ഇടവരുത്തി.
തൈജസമായ അഹങ്കാരത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളും വൈകാരിക അഹങ്കാരത്തിൽ നിന്ന് ദേവന്മാരും ഉത്ഭവിച്ചു. പരാശക്തിയുമായി സംയോഗം നടത്തവേ ഭഗവാൻ വിഷ്ണു ജലത്തിൽ വീര്യം വിസർജിച്ചു. ആ വീര്യത്തിൽ നിന്നും ചൈതന്യസാരമായ ബ്രഹ്മദേവൻ ഉദയം കൊണ്ടു. അതേ അണ്ഡത്തിൽ നിന്ന് തന്നെ ഭൂമിയും സ്വർഗവും രൂപം പ്രാപിച്ചു. ബ്രഹ്മാവ് തപസ് ചെയ്ത ശക്തി നേടി അതിനുശേഷം സൃഷ്ടി കർമ്മം ആരംഭിച്ചു. അനന്തരം ആദി ഭഗവാൻ വിഷ്ണു തപസ്സിൽ മുഴുകി. അദ്ദേഹം കണ്ണുകളടച്ച് പരബ്രഹ്മത്തെ ഉപാസിച്ചു. ത്രിമൂർത്തികൾ. ആദിയിൽ ഭഗവാൻ മഹാവിഷ്ണു ബാലമുകുന്ദനായി ആലിലയിൽ പള്ളികൊള്ളുന്ന കാലം. അന്ന് ഭഗവാന്റെ മനസ്സിൽ അസംഖ്യം ചോദ്യങ്ങളും ഉദയം ചെയ്തു. താൻ വിശാലമായ ഈ പ്രപഞ്ചത്തിൽ ഏകനായി വസിക്കുന്നു. തനിക്ക് തുണയായി ഒരു ജീവിയെ പോലും കാണുന്നില്ലല്ലോ. എങ്കിൽ ആരാണ് എന്നെ നിർമ്മിച്ചിരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്? ഞാൻ വസിക്കേണ്ടത് എവിടെയാണ്? എൻ്റെ പ്രവൃത്തികൾ എന്തെല്ലാമാണ്? അപ്പോൾ ആകാശത്തിൽ നിന്നും ഇങ്ങനെയൊരു അശരീരി ഉണ്ടായി. സർവം ഖലിദ്വമവോഹം നന്യാദസ്തി സനാതനം. ഇതെല്ലാം ഞാൻ തന്നെയാണ്. ഞാനൊഴികെ സനാതനമായി യാതൊന്നും തന്നെയില്ല. ഇത് കേട്ട് ഭഗവാൻ അത്ഭുത പരതന്ത്രനായി നാലുപാടും നോക്കി. മനോമോഹനമായ നാദത്താൽ തൻ്റെ സാന്നിധ്യം അറിയിച്ചത് ആരാണ്? ആകാംക്ഷയാൽ ഭഗവാൻ പരവശനായി തീർന്നു. അദ്ദേഹം അദൃശ്യ ശരീരിയായ ശക്തിയെ തന്നെ ധ്യാനിച്ചുകൊണ്ട് കിടപ്പായി. കാലം കഴിഞ്ഞപ്പോൾ ദിവ്യവസ്ത്രാഭരണാദികൾ ധരിച്ചവളും 4 തൃക്കൈകളിലായി ശംഖുചക്ര ഗദ പതാത്മായുധങ്ങൾ വഹിക്കുന്നവളും ഐശ്വര്യദായിനിയുമായ ഒരു വിശിഷ്ട സ്ത്രീരത്നം അവിടെ പ്രത്യക്ഷയായി. അത്ഭുത പരതന്ത്രനായി തീർന്ന മഹാവിഷ്ണു കൂപ്പുകൈകളോടെ അന്വേഷിച്ചു, അവിടുന്ന് ആരാണ്? ദേവാ, അവിടുന്ന് അത്ഭുതപ്പെടുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? ആ മഞ്ജുഭാഷണി ചോദിച്ചു. ഞാൻ മഹാദേവിയാണ്. പ്രപഞ്ചത്തിൽ സൃഷ്ടിസ്ഥിതി സംഹാരലയങ്ങൾ ഉണ്ടായിരുന്ന കാലത്തെല്ലാം അങ്ങും ഉണ്ടായിരുന്നുവല്ലോ. എൻ്റെ പ്രഭാവത്താൽ അന്നേ അങ്ങ് ജനിക്കുമായിരുന്ന വസ്തുതകൾ ഇപ്പോൾ എങ്ങനെയാണ് വിസ്മരിച്ചത്? ശരി, താങ്കളുടെ ആകുലതകൾക്ക് ഞാൻ സമാധാനം നൽകാം. ദേവി തുടർന്നു. നാം എല്ലാം പലവിധ ഗുണങ്ങളോട് കൂടിയവരാണ്. അങ്ങയ്ക്കായി പരാശക്തി നിശ്ചയിച്ചിരിക്കുന്നത് സത്വഗുണമാണ്. മറ്റ് ചില സൃഷ്ടി രഹസ്യങ്ങൾ കൂടി ഞാൻ അറിയിക്കാം. അതെന്തെന്നാൽ അങ്ങയുടെ നാഭിയിൽ നിന്നും ഒരു മൂർത്തി ജനിക്കും. രജോ ഗുണമായ ആ ദേവന്റെ ഭ്രൂമധ്യത്തിൽ നിന്നും രുദ്രദേവനും പിറക്കും. താമസ ശക്തിക്ക് ആധാരമായിരിക്കും രുദ്രൻ. ദേവി, ഞങ്ങൾ ഓരോരുത്തരുടെയും പ്രവൃത്തികൾ എന്തെല്ലാമായിരിക്കും? അവിടുന്ന് സർവവും അറിയുന്നവളല്ലേ? അറിയിച്ചാലും മഹാവിഷ്ണു അഭ്യർത്ഥിച്ചു. കേട്ടുകൊള്ളുക. താങ്കളിൽ നിന്നും പിറവിയെടുക്കുന്ന ബ്രഹ്മാവ് അപാര തപശക്തി സമ്പാദിക്കും. അതിലൂടെ പ്രപഞ്ച സൃഷ്ടിയുടെ ചുമതല ബ്രഹ്മദേവന് ലഭിക്കുന്നതായിരിക്കും. ബ്രഹ്മദേവൻ സൃഷ്ടിക്കുന്ന ലോകത്തിന് അങ്ങ് രക്ഷിതാവായി മാറും. അതേ ജഗത്തെ തന്നെ കൽപ്പാന്ത കാലത്ത് രുദ്രൻ സംഹരിക്കുകയും ചെയ്യും. ഇപ്രകാരം അരുളി ചെയ്ത ശേഷം പരാശക്തി അപ്രത്യക്ഷയായി. ബ്രഹ്മജനനം. പരാശക്തിയുടെ അരുളപ്പാടിൽ സംതൃപ്തനായി തീർന്ന ഭഗവാൻ മഹാവിഷ്ണു ധ്യാനലീനനായി. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ പ്രപഞ്ചശക്തി കുടികൊണ്ടു. പ്രപഞ്ചഗതി നിയന്ത്രിക്കുവാൻ തൻ്റെ തുണയായി 2 മൂർത്തികൾ കൂടി ഉത്ഭവിക്കണം. അസാധാരണമായ ശക്തികൾക്കുടമയായ അവർക്കായി ഭഗവാൻ ആകാംക്ഷയോടെ കാത്തിരുന്നു. സൽവസരങ്ങൾ കടന്നുപോകവേ ദേവി അരുളി ചെയ്തതുപോലെ ഭഗവാന്റെ നാഭിയിൽ നിന്നും ഒരു താമര ജനിച്ചു. സൂര്യ തേജസ്സുള്ള ആ ദിവ്യപുഷ്പത്തിൻ്റെ മധ്യത്തിലായി തേജോമയനായ ഒരു പുരുഷനും ഉണ്ടായിരുന്നു. പ്രപഞ്ചത്തെ വീക്ഷിച്ച ശേഷം ആ ദിവ്യൻ ഭഗവാൻ വിഷ്ണുവിനോട് ആരാഞ്ഞു. ഹേ മഹാനുഭവ, ഞാൻ ആരാണ്? എന്നെ സൃഷ്ടിച്ചത് അവിടുന്നാണോ? എൻ്റെ സൃഷ്ടിയുടെ രഹസ്യമെന്താണ്? മഹാവിഷ്ണു പറഞ്ഞു. അല്ലയോ തപോനിധേ, അങ്ങ് ബ്രഹ്മദേവൻ എന്ന പേരിൽ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കും. ആദിശക്തി മഹാമായ നൽകിയ അറിവ് മാത്രമേ എനിക്ക് താങ്കളെക്കുറിച്ചുള്ളൂ. ബ്രഹ്മദേവ, ഈ പ്രപഞ്ചത്തിൻ്റെ ലയം നിലനിർത്തുവാനായി നമ്മെ ആദിദേവത സൃഷ്ടിച്ചിരിക്കുന്നു.
ആ ദേവീ ഗുണങ്ങൾക്ക് അതീതയാണ്. എന്നാൽ അങ്ങും ഞാനും ആ ഗുണങ്ങളിൽ നിന്നും വിമുക്തരല്ല. ദേവി നിശ്ചയിച്ച പ്രകാരം അവിടുന്ന് രജോ ഗുണത്തോടുകൂടിയവനാണ്. ഈ പ്രപഞ്ചത്തിലെ സർവ്വ സൃഷ്ടികളും ഇനി അവിടുത്തെ മായയാൽ മാത്രമേ സാധ്യമാകൂ. മഹാവിഷ്ണുവിൻ്റെ വാക്കുകൾ സശ്രദ്ധം കേട്ടിരുന്ന ബ്രഹ്മദേവൻ ആശ്ചര്യഭരിതനായി തീർന്നു. അദ്ദേഹം സംശയത്തോടെ തുടർന്നു ചോദിച്ചു, പ്രഭു, എങ്ങനെയാണ് എനിക്ക് സൃഷ്ടിക്കുള്ള ശക്തി ലഭിക്കുന്നത്? അസാധ്യമായ ആ കർമ്മത്തിന് എനിക്ക് തുണയാകുന്നത് ആരെല്ലാമാണ്? ദേവാ, അവിടുത്തെ ആകുലത ഞാൻ മനസ്സിലാക്കുന്നു. ജഗദംബ അറിയിച്ച വിവരങ്ങൾ അവിടുന്ന് കേട്ടുകൊള്ളുക. മഹാവിഷ്ണു തുടർന്നു, മഹാപ്രഭു, അവിടുന്ന് വിശ്വസിക്കുന്നത് പോലെ തന്നെ സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെടുവാൻ അങ്ങിപ്പോൾ പ്രാപ്തനല്ല. അതിനായി അങ്ങ് ജഗദംബയെ ധ്യാനിക്കുക. മഹാവിഷ്ണു ഇപ്രകാരം ആജ്ഞാപിച്ചപ്പോൾ ബ്രഹ്മാവ് ജഗദംബയെ ധ്യാനിച്ചു തുടങ്ങി. ശിവജനനം. ത്രിമൂർത്തികളിൽ തമോഗുണ പ്രധാനനായ ദേവനാണ് ശിവൻ. ഭഗവാൻ പരമേശ്വരന്റെ ജനനത്തെ സംബന്ധിച്ച് ഏകരൂപമായ നിഗമനങ്ങൾ പുരാണത്തിൽ കാണുന്നില്ല. അവയിൽ പ്രമുഖമായത് ചുവടെ പറയാം. ശിവോത്ഭവത്തെ സംബന്ധിച്ചുള്ള വിവിധ കഥകൾ. 1. കൽപ്പാരംഭത്തിൽ മഹാവിഷ്ണുവിന്റെ ആജ്ഞപ്രകാരം ബ്രഹ്മദേവൻ ജഗദംബയെ തപസ് ചെയ്ത് സൃഷ്ടിക്കുള്ള ശക്തി സമ്പാദിച്ചു. അനന്തരം ഭഗവാൻ ബ്രഹ്മദേവൻ ദേവിയുടെ നിയോഗപ്രകാരം സൃഷ്ടികർമ്മങ്ങൾക്ക് സന്നദ്ധനായി തീർന്നു. തൻ്റെ സൃഷ്ടി എപ്രകാരമാകണമെന്ന കാര്യത്തിൽ യാതൊരുവിധ മാർഗനിർദ്ദേശവുമില്ലായിരുന്നതിനാൽ ഭഗവാൻ ചിന്തയിലാണ്ടു. ഒടുവിൽ തന്നെ പോലുള്ള ഒരു പുത്രൻ ഉണ്ടാകുന്നതിനായി ബ്രഹ്മദേവൻ പ്രാർത്ഥിച്ചു. സൽവത്സരങ്ങളോളം നീണ്ടുനിന്ന ആ പ്രാർത്ഥനയ്ക്കൊടുവിൽ ബ്രഹ്മദേവന്റെ മടിത്തട്ടിൽ നിന്നും കറുത്ത നീല നിറത്തോടുകൂടിയ ഒരു കുമാരൻ ഉത്ഭവിച്ചു. ജനിച്ചയുടൻ തന്നെ ആ കുമാരൻ ബ്രഹ്മദേവന്റെ മടിത്തട്ടിൽ നിന്നും ഇറങ്ങി നിലവിളിച്ചുകൊണ്ട് അങ്ങും ഇങ്ങും ഓടുവാൻ തുടങ്ങി. കുമാരന്റെ കരച്ചിൽ കണ്ട ബ്രഹ്മദേവൻ പരിഭ്രമിച്ചുപോയി. അദ്ദേഹം കുമാരനെ തടഞ്ഞു നിർത്തി അലിവൂറുന്ന സ്വരത്തിൽ അന്വേഷിച്ചു, കുമാരാ, നീ എന്തിനാണ് ഇപ്രകാരം നിലവിളിക്കുന്നത്? പരംപിതാവേ, അവിടുന്ന് മംഗളം. കുമാരൻ തെല്ലും നേരത്തേക്ക് കരച്ചിൽ ഒതുക്കിയിട്ട് ചോദിച്ചു, ഞാൻ ആരാണ്? എൻ്റെ നാമം എന്താണ്? നിർജീവമായ ഈ പ്രപഞ്ചത്തിൽ എനിക്ക് തുണയായി വർത്തിക്കുവാൻ ആരുണ്ട്? ഈ വക ചിന്തകളാണ് എൻ്റെ വിലാപഹേതു. ബ്രഹ്മാവ് കുമാരനെ സാന്ത്വനിപ്പിച്ചു. ദേവാ, അവിടുന്ന് ദുഃഖം അവസാനിപ്പിച്ചാലും അങ്ങ് ആദിപരാശക്തി ജഗദംബികയുടെ നിർദ്ദേശത്താൽ എന്നിൽ നിന്നും ജനിച്ചിരിക്കുന്നു. അങ്ങയ്ക്ക് ഞാൻ രുദ്രൻ എന്ന് നാമകരണം ചെയ്യുന്നു. അങ്ങയുടെ കർമ്മത്തെക്കുറിച്ചും വിലപിക്കേണ്ട കാര്യമില്ല. ജഗദംബിക അവിടുത്തേക്ക് ജീവജാലങ്ങളുടെ സംഹാരം എന്ന മഹത്തായ കർമ്മം നൽകിയിരിക്കുന്നു. തന്നെ സാഗൂതം നോക്കി നിൽക്കുന്ന ആ കുമാരനെ തഴുകിക്കൊണ്ട് ബ്രഹ്മദേവൻ തുടർന്ന് ഇപ്രകാരം അരുളി ചെയ്തു, ജഗദംബയുടെ കാരുണ്യമുള്ളപ്പോൾ ദേവ, താങ്കളും ഞാനും എൻ്റെ സൃഷ്ടികർത്താവായ മഹാവിഷ്ണുവും അനാഥരായി തീരുന്നതല്ല. എങ്കിലും പ്രപഞ്ച ജീവിതത്തിൽ നിനക്ക് തുണയായി ഞാൻ മറ്റു ചിലരെ കൂടി കൽപ്പിച്ചു തരാം. ബ്രഹ്മദേവൻ പറഞ്ഞവസാനിപ്പിച്ചതും നീലവർണ്ണനായ കുമാരൻ വീണ്ടും 7 പ്രാവശ്യം കൂടി കരഞ്ഞു. ഉടൻ തന്നെ ബ്രഹ്മാവ് കുമാരന് തുണയായി 7 പേരെ കൂടി നൽകിയിട്ട് ഇപ്രകാരം കൽപ്പിച്ചു, ദേവ, അവിടുത്തെ പാർഷദന്മാരായി ഇതാ 7 പേർ കൂടി. ഇവർ യഥാക്രമം ഭവൻ, ശർവൻ, ഈശാനൻ, പശുപതി, ഭീമൻ, ഉഗ്രൻ, മഹാദേവൻ എന്നിങ്ങനെ അറിയപ്പെടും. അനന്തരം ബ്രഹ്മദേവൻ അവർക്ക് സ്ഥാനങ്ങളെയും പത്നിമാരെയും പുത്രന്മാരെയും കൽപ്പിച്ചു കൊടുക്കുകയുണ്ടായി. ഇത് വിഷ്ണുപുരാണത്തിലുമുണ്ട്. 2-ാമത്തെ കഥ. മഹാവിഷ്ണുവിൻ്റെ കൽപ്പനയനുസരിച്ച് പരമശിവൻ ജഗദംബയെ തപസ് ചെയ്ത് സൃഷ്ടികർമ്മത്തിനുള്ള ശക്തി സമ്പാദിച്ചു. അതിനുശേഷം തൻ്റെ കർമ്മത്തിൽ വ്യാപൃതനായി തീർന്ന ബ്രഹ്മദേവൻ സൃഷ്ടിയുടെ ആദ്യഘട്ടമായി സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ എന്നീ കുമാരന്മാർക്ക് ജന്മം നൽകി. ഈ കുമാരന്മാർ തങ്ങളെ സൃഷ്ടിച്ചതിന് ബ്രഹ്മദേവന് നന്ദി പറഞ്ഞുകൊണ്ട് ഇപ്രകാരം ചോദിച്ചു, ബ്രഹ്മദേവ, പ്രപഞ്ച ജീവിതത്തിൽ ഞങ്ങളെ ഭാഗമാക്കി മാറ്റിയതിൽ ഞങ്ങൾക്കുള്ള ആനന്ദം നിസ്സീമമാണ്.
എപ്രകാരം ആഹ്ലാദം പ്രകടിപ്പിക്കണമെന്ന് ഞങ്ങൾക്കറിയില്ല താനും. എങ്കിലും ദേവ, അവിടുന്ന് പറഞ്ഞാലും ഈ പ്രപഞ്ചത്തിൽ ഞങ്ങളൊഴികെ അങ്ങ് മാത്രമാണ് അവശേഷിക്കുന്നത്. ഭീമാകാരമായ ഈ പ്രപഞ്ചത്തിൽ ഞങ്ങൾ എന്താണ് ചെയ്യുക? അല്ലയോ കുമാരന്മാരെ, നിങ്ങളുടെ ആശങ്കയിൽ തന്നെ നിങ്ങളുടെ കർത്തവ്യത്തിൻ്റെ സാരം ഒളിഞ്ഞുകിടക്കുന്നുണ്ട്. ഞാനും നിങ്ങളിൽ 4 പേരും മാത്രമല്ല ഈ പ്രപഞ്ചത്തിൽ ഇപ്പോൾ ഉള്ളത്. നമ്മുടെ നാഥനും ആസന്ന ഭാവിയിൽ ജനിക്കുവാൻ പോകുന്ന സർവചരാചരങ്ങളുടെയും പിതാവുമായ ഭഗവാൻ വിഷ്ണുവുമുണ്ട്. പക്ഷേ അദ്ദേഹത്തെ കാണുവാനുള്ള ശക്തി ഇപ്പോൾ നിങ്ങൾക്കില്ല. ബ്രഹ്മദേവൻ അറിയിച്ചു. പ്രഭു, അങ്ങ് ഞങ്ങളെ കൂടുതൽ ആശങ്കാകുലരാക്കുകയാണ്. ശരിയായ ഉത്തരം നൽകി എത്രയും വേഗം ഞങ്ങളുടെ ജിജ്ഞാസ അങ്ങ് മാറ്റിത്തരണം. സനകാദികൾ അക്ഷമരായി. ബ്രഹ്മദേവൻ അപ്പോൾ മറുപടി പറഞ്ഞു. ശരി, കേട്ടുകൊള്ളുക. പ്രപഞ്ചത്തിലെ സൃഷ്ടികർമ്മം ജഗദംബ എന്നിൽ ചുമതലപ്പെടുത്തിയിരിക്കുന്നു. അതിൻ്റെ പ്രാരംഭ നടപടിയായി ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു. ഇനി മുതൽ നിങ്ങളും എന്നോടൊപ്പം പ്രജാസൃഷ്ടി നടത്തുവാൻ ബാധ്യസ്ഥരാണ്. ബ്രഹ്മദേവന്റെ നിർദ്ദേശം അംഗീകരിക്കുവാൻ സനകാദികൾ താൽപ്പര്യം പ്രദർശിപ്പിച്ചില്ല. അവർ ഒരേ സ്വരത്തിൽ തങ്ങളുടെ വൈമുഖ്യം പ്രകടിപ്പിച്ചു. ക്ഷമിച്ചാലും ദേവ, അവിടുന്ന് ഞങ്ങളിൽ നിന്നും പ്രതീക്ഷിച്ച കർത്തവ്യത്തിൽ ഞങ്ങൾ അശേഷം തൽപരരല്ല. തപസ്സിലൂടെ ഞങ്ങളുടെയും അങ്ങയുടെയും തന്നെ ജനനത്തിന് വഴിയൊരുക്കിയ ആദിപരാശക്തി ജഗദംബികയുടെ ദർശനമാണ് ഞങ്ങൾ കൊതിക്കുന്നത്. ഞങ്ങളെ അനുഗ്രഹിച്ചാലും പിതാവേ. സനകാദികളുടെ അർത്ഥന ബ്രഹ്മദേവനെ കോപപ്രക്രാന്തനാക്കി തീർത്തു. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ അഗ്നിഗോളങ്ങൾ എരിഞ്ഞു. അതേസമയം തന്നെ ഭഗവാൻ ബ്രഹ്മദേവന്റെ ഭ്രൂമധ്യത്തിൽ നിന്നും അഗ്നിജ്വാല പുറപ്പെടുകയും ആ അഗ്നിയോടൊപ്പം നീലയും വെളുപ്പും നിറമായ ഒരു കുമാരൻ ഉത്ഭവിക്കുകയും ചെയ്തു. സനകാദികൾ ഭയന്നു വിറച്ച് നിൽക്കവേ ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ കുമാരൻ ദീനം ദീനം കരയുവാൻ തുടങ്ങി. അവൻ ബ്രഹ്മദേവന്റെ മുന്നിൽ നിന്ന് കണ്ണുനീർ വാർത്തു. ആശ്ചര്യഭരിതനായി തീർന്ന ഭഗവാൻ അവനെ സമാധാനിപ്പിച്ചു. മകനെ, നീ എന്തിനാണ് വിലപിക്കുന്നത്? അപാര തേജസ്വിയായ നിന്റെ വിലാപം പ്രകൃതത്തിന് തന്നെ യോജിക്കുന്നില്ലല്ലോ. ഭഗവാനെ, അവിടുത്തെ കോപത്തിൽ നിന്നും ഉൽപ്പലനായ എൻ്റെ നിലയെന്താണ്? എൻ്റെ നാമം എന്താണ്? ഈ വിധ ചിന്തകളാണ് എന്നെ ദുഃഖിതനാക്കുന്നത്. കുമാരൻ ബ്രഹ്മാവിന് മുന്നിൽ കൈകൾ കൂപ്പി. അപ്പോൾ ബ്രഹ്മദേവൻ ആ കുമാരനെ ആലിംഗനം ചെയ്ത് സ്വാന്തനോക്തികളാൽ സമാധാനിപ്പിച്ചു. മകനെ, നീ രുദ്രനാണ്. എൻ്റെ കോപത്തിൽ നിന്നും പിറഞ്ഞ നിന്റെ ജനനം യുഗങ്ങൾക്ക് മുമ്പ് തന്നെ ജഗദംബിക കുറിച്ചു കഴിഞ്ഞതാണ്. നീ ആകുലതകൾ ഉപേക്ഷിച്ചാലും ഓരോ കൽപ്പത്തിനൊടുവിലും പ്രപഞ്ചത്തെ സംഹരിക്കുകയെന്ന മഹത്തായ കർമ്മമാണ് നീ അനുഷ്ഠിക്കേണ്ടത്. ഇത് കേട്ട് കുമാരൻ കണ്ണീരടക്കി. അനന്തരം ബ്രഹ്മദേവൻ മന്യു, മനു, മഹിനസൻ, മഹാൻ, ശിവൻ, ഋത്വധ്വജൻ, ഉഗ്രേതസ്, ഭവൻ, കാമൻ, വാമദേവൻ, ധൃതവ്രതൻ, അജൻ, ഏകപാദൻ, അഹിർബുദ്ധ്യൻ, തൃഷ്ടാവ്, ഹരൻ, ശംഭു, ത്രയംബകൻ, അപരാജിതൻ, ഈശാനൻ, ത്രിഭുവനൻ എന്നിങ്ങനെ നാമങ്ങൾ കൽപ്പിച്ചു കൊടുത്തു. മൂന്നാമത്തെ കഥ. അനാദികാലത്ത് ഭൂഗോളമോ ഗ്രഹങ്ങളോ നക്ഷത്രങ്ങളോ ജീവജാലങ്ങളോ ഇല്ലായിരുന്നു. അന്ന് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്നും ആദിദേവതയുടെ അരുളപ്പാട് പ്രകാരം ഒരു താമര ഉണ്ടാവുകയും ആ താമരയിൽ ബ്രഹ്മദേവൻ ഉൽപ്പന്നനാവുകയും ചെയ്തു. ജന്മം നേടിയ ഉടൻ തന്നെ ബ്രഹ്മാവ് മഹാവിഷ്ണുവിൻ്റെ ആജ്ഞാനുസരണം വേദപഠനത്തിൽ തൽപരനായി മാറി. ഇതേ സമയം മഹാവിഷ്ണുവിനാൽ നിർമ്മിക്കപ്പെട്ട 2 വെള്ളത്തുള്ളികളും ബ്രഹ്മദേവനോടൊപ്പം താമരയിലുണ്ടായിരുന്നു. അതിലൊരു ജലബിന്ദു തേൻ പോലെ മധുരിക്കുന്നതും മറ്റേത് കഠിനവുമായിരുന്നു. ഈ ജലബിന്ദുക്കളിൽ ആദ്യത്തേതിൽ നിന്നും തമോ ഗുണത്തോടു കൂടിയ മധുവെന്ന രാക്ഷസനും മറ്റേതിൽ നിന്നും രജോ ഗുണനായ കൈഡഭാസുരനും ജനിച്ചു. ജനിച്ചയുടനെ തന്നെ മധുകൈഡഭന്മാർ ചുറ്റും നോക്കി. എങ്ങും ജലം മാത്രം. മധോന്മത്തരായി ജലത്തിൽ വിവിധ ലീലകളിലായി അവർ വളർന്നു വന്നു. ബാല്യകാലം പിന്നിട്ടതോടെ മധുകൈഡവന്മാർ ഇപ്രകാരം ചിന്തിച്ചു തുടങ്ങി. എങ്ങനെയാണ് ഈ ജലവിധാനം ഉണ്ടായത്? ഇവിടെ തങ്ങൾ 2 പേർക്കും പുറമെ മഹാവിഷ്ണുവിനെയും ബ്രഹ്മാവിനെയും മാത്രമല്ലേ കാണുന്നുള്ളൂ. ഈ
വിചിത്ര സമസ്യയ്ക്ക് ഉത്തരം നൽകുന്നത് ആരാണ്? അസുരന്മാരുടെ ചിന്തയറിഞ്ഞ ദേവി ഒരു നാൾ അവർക്ക് മുന്നിൽ പ്രത്യക്ഷയായി ഇപ്രകാരം അരുളി ചെയ്തു: അല്ലയോ അസുരരെ, നിങ്ങൾ പ്രപഞ്ചത്തെ ഓർത്ത് ഇങ്ങനെ ചിന്താധീരനാകുന്നതിന് യാതൊരു വിധാടിസ്ഥാനവുമില്ല. എങ്കിലും നിങ്ങളുടെ ജിജ്ഞാസ ശമിപ്പിക്കുവാനായി ഞാൻ വാഗ്ബീജം മന്ത്രം നൽകാം. നിങ്ങൾ ആ ദിവ്യമന്ത്രം ജപിക്കുക. ദേവി അസുരന്മാർക്ക് വാഗ്ബീജ മന്ത്രം ഉപദേശിച്ച് ശേഷം അപ്രത്യക്ഷയാകുകയും ചെയ്തു. മധുകൈടഭന്മാർ ദേവിയുടെ വാക്കുകൾ ശിരസാ വഹിച്ചുകൊണ്ട് 1000 വർഷം ദേവിയെ ഉപാസിച്ചു. സംപ്രീതിയായ ദേവി പ്രത്യക്ഷമായി ചോദിച്ചു: ഹേ അസുരന്മാരെ, നിങ്ങൾ എൻ്റെ ആജ്ഞ അനുസരിച്ചിരുന്നു. നിങ്ങളിൽ സംപ്രീതനായ ഞാൻ എന്തു വരമാണ് നിങ്ങൾക്ക് നൽകേണ്ടത്? ദേവി, അവിടുത്തെ കനിവിൽ ഞങ്ങൾ നന്ദിയുള്ളവരാണ്. അവിടുന്ന് ഞങ്ങളിൽ കാണിക്കുന്ന താല്പര്യം അനുപമമാണെന്ന് വിശ്വസിക്കുന്നു. ഈ സ്നേഹം സ്വീകരിക്കുവാൻ കഴിഞ്ഞ ഞങ്ങൾക്ക് ഇതിനേക്കാൾ മറ്റെന്ത് പുണ്യമാണ് ലഭിക്കുക? മധുകൈടഭന്മാർ വിനീതരായി: അമ്മേ, എന്നാൽ അവിടുത്തെ വാക്കുകൾ നിരാകരിച്ചുവെന്ന് വരുന്നത് ഞങ്ങൾക്ക് ഹൃദയഭേദകമാണ്. അതിനാൽ ദേവി, ഞങ്ങൾക്ക് ഞങ്ങളുടെ ആഗ്രഹം പോലെ മാത്രമേ മരണം സംഭവിക്കാവൂ എന്നുള്ള വിശിഷ്ട വരം നൽകിയാലും. മധുകൈടഭന്മാർ അപേക്ഷിച്ചു. ദേവി അതനുസരിച്ച് വരം പ്രദാനം ചെയ്തു. ഇതോടെ മധുകൈടഭന്മാരിൽ ആദ്യകാലത്ത് ദർശിച്ചിരുന്ന ഗുണങ്ങൾ അപ്രത്യക്ഷമാകുവാൻ തുടങ്ങി. അഹങ്കാരത്താൽ മതിമറന്ന അവർ മഹാവിഷ്ണുവിനെയും ബ്രഹ്മദേവനെയും പുച്ഛിക്കുവാൻ തുടങ്ങി. അങ്ങനെയിരിക്കെ ഒരു നാൾ 4 വേദങ്ങളും ചമച്ച് അവ ഉരുവിട്ടുകൊണ്ട് താമരപ്പൂവിൽ സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മദേവനെ അവർ കാണുവാനിടയായി. അല്ലയോ കൈപട, ഇദ്ദേഹം എന്താണിങ്ങനെ ആഹോരാത്രം ഉരുവിടുന്നത്? ആ ഗ്രന്ഥം ഞങ്ങൾക്ക് അവകാശപ്പെട്ടതല്ലേ? മധു കൈപടവനോട് ചോദിച്ചു. അതെ, തീർച്ചയായും. ദേവിയുടെ അനുഗ്രഹത്താൽ അമരരായി തീർന്ന നമ്മൾ തന്നെയാണ് ഈ ഗ്രന്ഥത്തിനു ഉടമകൾ. വരൂ, നമുക്ക് വാങ്ങാം. കൈപടൻ ഉത്തേജിതനായി. അവർ ഇരുവരും കൂടി ബ്രഹ്മദേവനെ സമീപിച്ച് അഹങ്കാരത്തോട് കൽപ്പിച്ചു: ഹേ, താങ്കൾ ബ്രഹ്മദേവനല്ലേ? അങ്ങുരുവിടുന്ന ആ ഗ്രന്ഥം ഞങ്ങൾക്ക് തരിക. അവരുടെ വാക്കുകൾ കേട്ട ബ്രഹ്മദേവൻ ഞെട്ടിപ്പോയി. സമസ്ത അറിവുകളും ഏകീഭൂതമായ വേദങ്ങൾ ഈ അഹങ്കാരികൾക്ക് നൽകിയാൽ എന്താകും കഥ? ഇല്ല, ഇവയിൽ മേൽ നിങ്ങൾക്ക് യാതൊരുവിധ അവകാശവുമില്ല. മടങ്ങിപ്പോവുക, ബ്രഹ്മദേവൻ പറഞ്ഞു. എന്ത്, തരില്ലെന്നോ? എന്നാൽ ഞങ്ങളത് നേടുക തന്നെ ചെയ്യും. ഇപ്രകാരം ആക്രോശിച്ചുകൊണ്ട് മധുകൈടഭന്മാർ ബ്രഹ്മദേവനിൽ നിന്നും വേദങ്ങൾ തട്ടിയെടുത്ത് പാതാളത്തിലേക്ക് യാത്രയായി. ബ്രഹ്മദേവൻ അത്യധികം ദുഃഖിതനായി തീർന്നു. അദ്ദേഹം ഇരുവരെയും പിന്തുടർന്ന് അഭ്യർത്ഥിച്ചു: അല്ലയോ അസുരേശ്വരന്മാരെ, നിങ്ങൾ എന്ത് അനർത്ഥമാണ് ചെയ്യുന്നത്? വേദം ജ്ഞാനത്തിന് അടിസ്ഥാനവും ആധാരവുമാണ്. അത് കയ്യിൽ വയ്ക്കുവാൻ നിങ്ങൾ യോഗ്യരല്ല. ആ വിശിഷ്ട ഗ്രന്ഥങ്ങൾ തിരികെ തന്നാലും. മധുകൈടഭന്മാർ പരിഹാസരൂപേണെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ബ്രഹ്മദേവനെ അധിക്ഷേപിക്കുവാൻ തുടങ്ങി. ജ്ഞാനത്തിന് ആധാരമാണ് പോലും. ആശ്ചര്യകരം തന്നെ. ഞങ്ങൾക്ക് വേദം നിഷേധിച്ചത് എന്തർത്ഥത്തിലാണ്? അങ്ങ് ശ്രേഷ്ഠനെന്നല്ലേ ഭാവം? എങ്കിൽ വരിക, ഞങ്ങളെ പരാജയപ്പെടുത്തി വേദം സ്വന്തമാക്കിക്കൊള്ളൂ. ഗത്യന്തരമില്ലാതെ ബ്രഹ്മദേവൻ മധുകൈടഭന്മാരുമായി പോരാട്ടം നടത്തുവാൻ സന്നദ്ധനായി. യുഗങ്ങളോളം ആ സംഘട്ടനം നീണ്ടുനിന്നുവെങ്കിലും മധുകൈടഭന്മാരെ വധിക്കുവാൻ ഭഗവാന് സാധിച്ചില്ല. അപമാനവും പരാജയഭീതിയും ബ്രഹ്മദേവനെ അത്യന്തം വിവശനാക്കി തീർത്തു. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ കോപം ചെങ്കലനകൾ പോലെ തെളിഞ്ഞു. അല്പനിമിഷത്തിനു ശേഷം പ്രപഞ്ചം മുഴുവൻ നിറയുന്ന ഒരു പ്രകാശത്തോടെ ബ്രഹ്മദേവന്റെ ഭ്രൂമധ്യം പിളരുകയും അതിൽ നിന്ന് ത്രിശൂലധാരിയായ ഒരു വിശിഷ്ട പുരുഷൻ ഉത്ഭവിക്കുകയും ചെയ്തു. ആ നിമിഷം മഹാരുദ്രൻ എന്നൊരു അശരീരിയുണ്ടായി. മഹാരുദ്രൻ എന്ന് വിശേഷിപ്പിക്കട്ട ആ ദേവൻ ബ്രഹ്മദേവനെ കൈകൂപ്പി ഇപ്രകാരം നിർദ്ദേശിച്ചു: ദേവ, മധുകൈടഭ വധത്തിന് ശക്തനായി ഇന്ന് ഈ പ്രപഞ്ചത്തിൽ മഹാവിഷ്ണു മാത്രമേയുള്ളൂ. അവിടുന്ന് ദേവന്റെ സഹായം തേടിയാലും. അങ്ങനെ രുദ്രൻ പറഞ്ഞ് അവസാനിപ്പിച്ചതും ബ്രഹ്മദേവൻ വിഷ്ണുവിനെ സ്തുതിച്ചുണർത്തി തൻ്റെ ദുഃഖം അറിയിച്ചു. പിന്നീട് വിഷ്ണുവിനാൽ മധുകൈടഭന്മാർ വധിക്കപ്പെട്ടു. ഇങ്ങനെയൊക്കെയാണ് പുരാണങ്ങളിൽ പരമശിവന്റെ ജനനകഥകൾ. ശിവരൂപം വിവരിക്കുന്നത് ഇപ്രകാരമാണ്. പുരാണങ്ങളിൽ പ്രസിദ്ധനായിരിക്കുന്ന ശിവൻ എന്ന രുദ്രദേവന് ചുവന്ന ഒരു ജടയുണ്ട്.
കർപ്പദ്ധമെന്ന പേരുള്ളതാണ് വിശിഷ്ടമായ ഈ ജട. ഭഗവാൻ ശിവന്റെ നേത്രങ്ങൾ 3 നെറ്റിയുടെ മധ്യത്തായി സ്ഥിതി ചെയ്യുന്ന ഭഗവാന്റെ തൃക്കണ്ണ് അഗ്നിമയമാണ്. ആ കണ്ണുകൾക്ക് സംഹാരശക്തിയും ഉണ്ട്. ശിവന്റെ കരങ്ങളെ സംബന്ധിച്ച് വിവിധ വർണ്ണനകളും കാണാം. 2 കൈയുള്ളവനായും 4, 8, 10 കൈയുള്ളവനായും ഭഗവാനെ വർണ്ണിച്ചു പോരുന്നു. അതിവിശിഷ്ടമായ പിനാകമെന്ന ത്രിശൂലവും ഖഡ്വാംഗം എന്ന ഗദ, അജഗവം എന്ന വില്ല്, മൃഗം, ജപമാല, തലയോട്, ധമരു എന്നിവ ഭഗവാൻ ധരിക്കുന്നു. ജടാധാരിയായ ഭഗവാൻ പരമശിവന്റെ ശിരസിൽ ഗംഗാദേവിയും ചന്ദ്രക്കലയും സ്ഥിതി ചെയ്യുന്നു. മറ്റു മൂർത്തികളിൽ നിന്നും വ്യത്യസ്തമായി പരമശിവന്റെ കഴുത്തിൽ ദിവ്യാഭരണങ്ങൾ കാണുന്നില്ല. മനുഷ്യ തലയോടുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു മാല, മുണ്ഡമാല, ദേവന്റെ കണ്ടത്തെ അലങ്കരിക്കുന്നു. ദേവന്റെ വസ്ത്രം നിണമിറ്റു വീഴുന്ന പുലിത്തോലാണ്. ഭഗവാന്റെ അംഗങ്ങളിൽ ഉഗ്രസർപ്പങ്ങൾ ആഭരണമായി ചമഞ്ഞിരിക്കുന്നു.